വെൽക്കം ബാക്ക്. ഐ എം നസീമ ഫ്രം കാഞ്ഞങ്ങാട്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാവരും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ച് തന്നെയാണ്. കാരണം 1994 ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞത്. 1995 വേഗത്തിൽ തന്നെ ഒരു കുഞ്ഞും ഉണ്ടായി. പണ്ട് പഠിക്കുന്ന സമയത്തൊന്നും ഒരു ജോബ് വേണമെന്നോ അങ്ങനെ ഒരു ഫോക്കസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല ഫിലിമൊക്കെ കാണുമ്പം നമുക്ക് അതിലെല്ലാവരും നല്ല ഓഫീസിൽ പോകുന്നു വരുന്നു എൻജോയ് ചെയ്യുന്നു, ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒരു ജോബൊക്കെ വേണമായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, അന്നതറിയില്ല. പക്ഷേ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പഠനമൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് കോളേജിലൊക്കെ പോയി ആ സമയത്ത് കെട്ടിച്ചു കൊടുക്കും, അത്ര തന്നെ. അങ്ങനെ കെട്ടിച്ചു കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പ്രീ ഡിഗ്രി. പക്ഷേ ഒരു കുടുംബിനായി ജീവിക്കുന്നത് തന്നെയായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ റിസ്ക് എടുക്കാൻ വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല. പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടം തന്നെയാണ്, പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ നല്ല രീതിയിലായിരുന്നു ജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടായത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു ഓൺട്രപ്രണർ എന്ന ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നുള്ളത്. സ്വന്തം ഒരു ബിസിനസ് ഉണ്ട്, സ്വന്തം ഒരു ഷോപ്പുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെട്ട എൻ്റെ വഴികൾ, എൻ്റെ യാത്ര. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2025 ഫെബ്രുവരിയിലാണ്. അപ്പോൾ 30 വർഷം പിന്നിട്ടു. ഈ 30 വർഷത്തിനിടയിൽ ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ ഇൻവെസ്റ്റ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കോഴ്സസ് ആയിക്കോട്ടെ, അങ്ങനെ പല വഴികളിലൂടെയും കടന്നു വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് കരുതി. അപ്പം അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. കാരണം ഒരു ലേഡീസിനൊക്കെ ഈ വീഡിയോ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവാം, അത്രയേ ഉള്ളൂ. എന്നാലും എൻ്റെ ഒരു കണക്കെടുപ്പ്, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കണക്കെടുപ്പ് എന്ന രീതിയിലാണ് ഈ വീഡിയോ. ഓക്കെ, ഇതാണ് ഞാൻ ഇത്രയും വർഷം കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ചതും ബിസിനസ് ചെയ്തതും ഇൻവെസ്റ്റ് ചെയ്തതും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പം ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് സക്സസ് ആയതും ഫെയിലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തൊരവസ്ഥകൾ, അതോടൊപ്പം ജീവിതത്തിൻ്റെ നല്ലതും വിഷമത്തിലും സന്തോഷത്തിലും പോകുന്ന സമയത്തൊക്കെ എനിക്ക് നിർബന്ധപൂർവം എടുക്കേണ്ടി വന്ന ഒരു കോഴ്സുകൾ, അതായത് നമ്മുടെ മൈൻഡ് റിലാക്സിങ്ങിനെ കുറിച്ചിട്ട് ഉള്ള കുറേ കോഴ്സുകൾ എനിക്ക് എടുക്കേണ്ടി വന്നു. അത് എനിക്ക് ഒരുപാട് സന്തോഷം പകർന്നു തന്ന കോഴ്സുകൾ. അതിലേക്ക് വന്നതിന് ശേഷം എനിക്കൊന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതുപോലെ പഠിക്കാൻ പറ്റി. അതുപോലെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഉയർന്ന നല്ല രീതിയിലുള്ള അവസ്ഥയിൽ നിന്ന് മോശമായ തളർന്നൊരവസ്ഥയിലേക്ക് വരികയും വീണ്ടും ഒരു അവസ്ഥയിലേക്ക് തന്നെ ഉയർന്നൊരവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതെങ്ങനെ സാധിച്ചു, അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് ഇനിയുള്ള വീഡിയോസുകളിലൊക്കെ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ വിജയം എന്ന് പറയുന്നത് ഒരുപാട് ധനം സമ്പാദിച്ചത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ മനസ്സ് എപ്പോഴും നമുക്ക് ഹാപ്പി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരുന്ന സമയത്ത് തളരാതെ മുന്നോട്ട് ചിരിച്ചുകൊണ്ട് നമുക്കെല്ലാം നേരിടാൻ പറ്റുന്നൊരവസ്ഥ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഈ ഒരു അവസ്ഥ നമ്മൾ സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റും. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 മക്കളായതിനു ശേഷമാണ് മുടങ്ങിപ്പോയ എൻ്റെ പഠനം പല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയും, അതുകൂടാതെ പലതും എന്തൊക്കെയോ പഠിച്ചങ്ങ് പോയി. എന്തെങ്കിലും ഒന്ന് ആവണമല്ലോ, എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി സ്നേഹിക്കാനും കടമകൾ ചെയ്തു തരാനും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ തളരാൻ പാടില്ല. ആരോടും കൈ നീട്ടാതെ നമ്മൾ തന്നെ നമ്മുടെ അറിവ് എന്താണോ അത് വെച്ച് മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാ എനിക്കതിന് സാധിച്ചു. നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും, അതുപോലെ ഇപ്പോൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ എല്ലാ കർത്തവ്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. അതിന് ഞാൻ റബ്ബിനോട് സ്തുതിക്കുകയാണ്.